ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് ഹിസ്ലാൻ ഹനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ദുബായിലുള്ള ക്രോക്കഡൈൽ പാർക്കാണ്. ദുബായ് മുഷ്രിഫിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്കിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെയാണ്. അതുപോലെ ഈ പാർക്കിൻ്റെ എൻട്രി ഫീ വരുന്നത് അഡൾട്ടിന് 95 ദിർഹവും ചിൽഡ്രൻസിന് 75 ദിർഹമാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ സമ്മർ ഓഫർ പ്രമാണിച്ച് കിഡ്സ് ഗോ ഫ്രീ ഉണ്ട്. ഓരോ അഡൾട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം ഓരോ ചൈൽഡ് ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ഓഫർ ഉള്ളത് ഓഗസ്റ്റ് 31 വരെയാണ്. ഒരു 2 to 3 hours കൊണ്ട് ഫുള്ള് കണ്ടുവരാവുന്ന ഒരു പാർക്കാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഈവനിങ് ടൈമിലാണ്. ഒരു 4 o'clock ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തത്. So we have got our park covers 5,000 square meters. We have got 3 open basin, 1, 2, 3, and then we are here. There is also museum and aquarium. So these ones are indoor. We are going to pet the baby crocodile, to take crocodiles from here after some minutes. So let's start the journey. Let's start the journey. Hello guys, hi. Are you ready? ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത സമയത്ത് തിരക്ക് വളരെ കുറവായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാ പാർക്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് പറഞ്ഞു തരും. ഈ പാർക്കിനെ അവർ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പാർക്ക്, അത് ലേക്ക് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, പിന്നെ ഒരു അക്വേറിയം ഉണ്ട്, അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. 250 നൈൽ ക്രോക്കഡൈലാണ് ഈ പാർക്കിൽ ഉള്ളത്. ഏകദേശം 500 കിലോ തൂക്കവും അതുപോലെ തന്നെ 5 മീറ്ററോളം ലെങ്തുമുള്ള ക്രോക്കഡൈൽ ഈ പാർക്കിലുണ്ട്. Will you come to see them? Friends, how are you? Good? നിങ്ങൾ ഒരു ഫസ കാർഡുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പാർക്കിൻ്റെ എൻട്രി ഫീസിൽ വീണ്ടും ഒരു 20% ഡിസ്കൗണ്ടോടെ ലഭിക്കുന്നതാണ്. അവിടെ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഫസ കാർഡ് കാണിക്കുവാണെങ്കിൽ അവരത് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ മ്യൂസിയത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ മ്യൂസിയത്തിൽ ക്രോക്കഡൈൽസിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ ക്രോക്കഡൈൽസിൻ്റെ സ്കെലിറ്റൺ എന്നിവയൊക്കെ ഉണ്ട്. ക്രോക്കഡൈൽസിൻ്റെ എഗ്ഗ്, അതുകൂടാതെ പലതരത്തിലുള്ള ക്രോക്കഡൈൽസിൻ്റെ സ്കെലിറ്റണും ഒക്കെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെയുള്ള സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ക്രോക്കഡൈൽസ് കൂടാതെ മറ്റു പല ജീവികളുടെയും സ്കെലിറ്റണും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബേബി ക്രോക്കഡൈൽ എൻകൗണ്ടർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് എല്ലാ ദിവസവും രാവിലെ 11:30 തൊട്ട് വൈകിട്ട് 4:30 വരെയാണ് ഉള്ളത്. അതിൽ നമുക്ക് ബേബി ക്രോക്കഡൈലിനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിസിറ്റ് ചെയ്യുമ്പോൾ 4:30 മുമ്പായിട്ട് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ബേബി ക്രോക്കഡൈലിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് അക്വേറിയം. ഈ അക്വേറിയത്തിൽ നമുക്ക് ധാരാളം ക്രോക്കഡൈൽസ് ഉണ്ട്. അധികം ഏരിയ ഇല്ലെങ്കിൽ പോലും വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്കാണ് ഇത്. ഫാമിലി കുട്ടികളൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഇടം തന്നെയാണിത്. അപ്രോക്സിമേറ്റ്ലി ഒരു 2 to 3 hours കൊണ്ട് നമുക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പരിപാടിയാണ് ക്രോക്കഡൈൽ ഫീഡിങ്. പക്ഷേ ഇത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്നീ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതോടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവർ ഇവിടെ ക്രോക്കഡൈൽസിന് കൊടുക്കുന്നത് ഫ്രഷ് ചിക്കനാണ്. അവർ പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു ക്രോക്കഡൈലിന് ഒരു വീക്കിലേക്ക് ഏകദേശം 5 kg ചിക്കനാണ് കൊടുക്കുന്നത്. ക്രോക്കഡൈൽസിന് വേണ്ട മറ്റ് പോഷകാഹാരത്തിൽ ഇവർ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടാണ് ഇവർ ക്രോക്കഡൈൽസിന് കൊടുക്കുന്നത്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൂടാതെ തന്നെ ക്രോക്കഡൈൽസിനെ സംബന്ധിച്ചുള്ള ധാരാളം ഫാക്റ്റുകൾ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ക്രോക്കഡൈൽസ് വാ തുറന്ന് പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നാണ് അവർ പറഞ്ഞത്. അത് വാ തുറന്നിരിക്കുമ്പോൾ അതിൻ്റെ ത്രോട്ട് ക്ലോസ് ആയിരിക്കും. അങ്ങനെ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.